ബഹുമാന്യനായ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ അവർ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർ, മുഖ്യാതിഥിയായിരുന്ന പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി തുളസി ചെങ്ങാട്, ഇന്ന് ഈ പരിപാടിയുടെ പദ്ധതി വിശദീകരിക്കുന്ന ശ്രീമതി അശ്വതി ടി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ചിങ്ങം 1 മലയാള വർഷത്തിൻ്റെ ഒരു പുതുപിറവിയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അതിനേക്കാൾ ഉപരി നമുക്ക് അന്നമൂട്ടുന്ന കർഷകരെ ആദരിക്കുന്ന വലിയൊരു ചടങ്ങ് കൂടിയാണ് എല്ലാവരും നമ്മൾ ആചരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കൃഷി എന്നൊരു മേഖല വളരെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ കർഷകർ പരമ്പരാഗതമായി, കൂടാതെ പുതിയ തലമുറ കൃഷിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു വരുന്ന യുവ തലമുറയും ഇന്ന് നമുക്കുണ്ട് എന്ന് ഈ ഒരു കർഷക ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പഞ്ചായത്തില് മേലാവൂർ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത പരമ്പരാഗതമായിട്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് എല്ലാവരും പഞ്ചായത്തിൽ ഇന്ന് ആദരിക്കപ്പെടുന്നത് 31 കർഷകരാണ്. അതായത് നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് കൃഷി അന്യം നിന്ന് പോയിട്ടില്ല എന്നതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ നമുക്കതിലേറെ അഭിമാനിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും നേരുന്നു. ഇന്ന് നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ അവരെ പറ്റിയാണ്. ആദ്യമായി ഞാൻ ഈ നോട്ടീസ് നോക്കുമ്പോൾ നമുക്കറിയാം 31 കർഷകരെയാണ് ഇവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്
ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ ചേർന്ന് ആദരിക്കുന്നത്. അത് തന്നെ നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ആദ്യമായി അതൊരു നന്ദിയും ഒരു അഭിനന്ദനവും കൂടി തരികയാണ് ഈ ഗ്രാമപഞ്ചായത്തിന്. ഇതിന് പുറകിൽ 31 കർഷകരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യം തന്നെയാണ്. അത് വിജയകരമായിട്ടും വളരെ ആഘോഷപൂർവ്വം അവർ സംഘടിപ്പിച്ചു ചെയ്തു വിജയത്തിലെത്തി എന്നുള്ളതാണ്. ഇപ്പം അതിന് മുമ്പിലിരിക്കുന്നതും അതുപോലെ ഈ സൈഡിലിരിക്കുന്ന കർഷകരെല്ലാവരും നല്ല പ്രായം ചെന്നവരും പിന്നെ കുട്ടി കർഷകരുണ്ട്. അതിനിടയ്ക്കുള്ള ഒരു യുവതലമുറയെ നമ്മൾ മിസ് ചെയ്തു പോകുന്നുണ്ട്. എല്ലാവർക്കും കൂടിയാണ് ഇന്ന് ഈ കർഷക ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ചിങ്ങമൂന്നിന് കർഷക ദിനത്തിന് കർഷകരെ ആദരിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കേവലം 10-11 മികച്ച കർഷകരെ ആദരിക്കുക എന്നതിലുപരി ഒരു വാർഡിൽ ഒരു കർഷകനെ കൂടി തിരഞ്ഞെടുക്കണമെന്ന നിലയിൽ ഇത്തവണ പഞ്ചായത്ത് തീരുമാനമെടുക്കുകയും മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് വിഭിന്നമായി മികച്ച കർഷകർ കൂടാതെ പഞ്ചായത്തുകളിൽ നിന്ന് വാർഡിൽ നിന്ന് ഒരു മികച്ച കർഷകനെയും കൂടി തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെയാണ് മികച്ച കർഷകർ കൂടാതെ 17 മികച്ച കർഷകരെയും കൂടി ഇത്തവണ ആദരിക്കപ്പെടുകയാണ്. 28 പേരെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആദരിക്കുന്നു. പ്രധാനപ്പെട്ട കൃഷിക്കാർ നമുക്കറിയാം. പാപ്പച്ചൻകുന്നത്ത് സമ്മിശ്ര കർഷകരായ കരിയാട്ടൊഴിക്കൽ, മുതിർന്ന കർഷകൻ വടക്കേമടങ്ങിനാൽ, ജൈവ കർഷകൻ ടി കെ വേണുഗോപാലൻ, പട്ടികവർഗ കർഷകൻ ശ്രീ ചന്ദ്രൻ ടി കെ, കർഷക തൊഴിലാളി ശ്രീ ചന്ദ്രൻ സി, വനിതാ കർഷക ശ്രീമതി രുക്മിണി നാമത്ത്, യുവ കർഷകൻ അജു ടി എ, ക്ഷീരപ്രവർത്തകൻ ശ്രീ പവിത്രനെ കെ, വിദ്യാർത്ഥി കർഷക കുമാരി അൽന ക്രിസ ജോബി, മികച്ച ജെ.എൽ.ജി ഗ്രൂപ്പായ അർത്തന ജെ.എൽ.ജി ഗ്രൂപ്പ് കൂടാതെ വാർഡിലെ കർഷകരെ എടുത്തു പരാമർശിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട വാർഡിലെ കർഷകർ: 1-ാം വാർഡിലെ സുരേഷ് ഇടച്ചേരി, 2-ാം വാർഡിലെ ഡൊമിനിക് എഴുത്തുപള്ളിക്കൽ, 3-ാം വാർഡിലെ റാഹില ടി കെ, 4-ാം വാർഡിലെ ജോൺസൺ നിച്ചാട്ട്, 5-ാം വാർഡിലെ ഷിബു സി ചെക്കിയോടൻ, 6-ാം വാർഡിലെ ജോസഫ് ബി പംപ്ലാരിയിൽ, 7-ാം വാർഡിലെ ജോൺസൺ പി ജെ പൊട്ടങ്ങൽ, 8-ാം വാർഡ് ഈപ്പച്ചൻ എം പി മാണിക്കത്താഴെ, 9-ാം വാർഡ് സിബി ജോസ് നിരപ്പേൽ, 10-ാം വാർഡ് ദേവസ്യ കുമ്പുക്കൽ, 11-ാം വാർഡ് അനുമുരുകൻ തൈപ്പറമ്പിൽ പുത്തൻവീട്, 12-ാം വാർഡ് സുധാ രമേശൻ വെള്ളായി കടവത്തുമണ്ടി, 13-ാം വാർഡ് അശോകൻ പി പി, 14-ാം വാർഡ് രാജൻ ബി വളകുന്നൽ, 15-ാം വാർഡ് അബൂബക്കർ തേക്കാട്ടിൽ, 16-ാം വാർഡ് രമേശൻ പി തില്ലത്ത്, 17-ാം വാർഡ് ശ്രീധരൻ കെ കാലായിക്കുന്നൽ. മുഴുവൻ വാർഡ് കർഷകരെയും ഈ വേദിയിലേക്ക് ഈ ക്യാമറ നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, എല്ലായിടത്തും ഇങ്ങോട്ട് നോക്കണേ. ഓക്കെ, ഇത്ര കിട്ടിയില്ലേ? അല്ലേ? ഹായ്. നമ്മുടെ മന്ത്രി ശ്രീ സണ്ണി ജോസഫ് അവർ പ്രിയപ്പെട്ട മന്ത്രി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി ശ്രീ സണ്ണി ജോസഫ് അവരുടെ വേനാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഷാള അണിയിച്ച് സ്വീകരിക്കുന്നതിന് ഒരു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും വാർഡംഗങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ഷാള അണിയിച്ച് പ്രിയപ്പെട്ട സണ്ണി ജോസഫ് അവർക്കുള്ള ആദരവും നമ്മുടെ സ്നേഹവും അറിയിക്കാൻ വേനാവൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ സദർശനം ചെയ്യുകയാണ്.
ഏതായാലും 3 കർഷകരുടെ കാര്യം കൂടി വിവിധ പാർലമെന്ററി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരുടെ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ പരിപാടിയിലാണ് മന്ത്രി പങ്കെടുക്കുന്നത്. മന്ത്രിക്ക് ഏറെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മന്ത്രിയായി വന്നതിന് ശേഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന ചിങ്ങമൊന്ന് പരിപാടിയിലേക്ക് എത്തിയതിന് വളരെയധികം സന്തോഷം. മന്ത്രിയെ ബഹുമാന്യനായ മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കും. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ ബാലകൃഷ്ണൻ, അധ്യക്ഷവേദിയിലുള്ള ജനപ്രതിനിധികൾ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കാർഷിക വികസന വകുപ്പിന്റെ ക്ഷേമ വകുപ്പിന്റെ ജില്ലാ തല ഉദ്യോഗസ്ഥന്മാർ, ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ, പഞ്ചായത്ത് തല കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ ആദരിക്കപ്പെടുന്ന കർഷക സുഹൃത്തുക്കളെ, മറ്റ് കർഷക സഹോദരി സഹോദരന്മാർ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യവും കർഷക ദിനാചരണത്തിന്റെ പ്രസക്തിയുമെല്ലാം എനിക്ക് മുൻപ് സംസാരിച്ച ആളുകളുടെ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സ്വയമേവ അറിയുന്നവരാണ് ഈ പരിപാടികളിൽ സംബന്ധിക്കുന്നത്. ഞാൻ ഇന്ന് 5ാമത്തെ പരിപാടിയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും 5 സ്ഥലത്ത് കൂടി കർഷക ദിനാചരണവും, ഒരു സ്ഥലത്ത് എനിക്ക് ഓണ വിപണിയുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. പേരാവൂരിൽ വന്നപ്പോൾ നല്ല ആളുകളുടെ പങ്കാളിത്തം നന്നായിട്ട് തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡിലെ ഓഡിറ്റോറിയവും മനോഹരമാക്കിയിരിക്കുന്നു. ഞാൻ വിചാരിച്ച ഇത്ര ആളുകൾ എങ്ങനെ ഇരിക്കുന്നത് എന്നാലോചിച്ചപ്പോഴാണ് ഇത് വീതി കൂട്ടി നവീകരിച്ചിരിക്കുന്നു. ഞാനതിന് പഞ്ചായത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനവും അറിയിക്കുക. നന്നായിട്ട് പരിപാടി സംഘടിപ്പിച്ചതും വളരെ മാതൃകാപരമാണ്. ഞങ്ങൾ ആറിലത്തെയും പായത്തെയും പരിപാടി സംബന്ധിച്ചിട്ടാണ് വരുന്നത്. അവിടങ്ങളിലൊക്കെ നല്ല പങ്കാളിത്തമുണ്ട്. കാരണം കൃഷി നമ്മളെല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന ഒരു മേഖലയാണ്. അഗ്രികൾച്ചർ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കാർഷിക സംസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങളിലൊന്നാണ്. കേരളവും കേരളത്തിന്റെ പേര് പോലും കേരവൃക്ഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളം എന്ന പേര് പോലും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കൃഷി നമുക്ക് ഭക്ഷണം നൽകുന്നു. ഭക്ഷണ കാര്യത്തിൽ ഇന്നത്തെ ജൈവ കൃഷി രീതി ഏറെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പുറമേ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറിയാണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും അതിലെല്ലാം അമിതമായ രാസവള കീടനാശിനി പ്രയോഗങ്ങളുടേതായ ദോഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്ന പാടുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് നല്ല കർഷകർ സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിന്റെ ടേസ്റ്റ് മാത്രം കണ്ടുകൊണ്ടല്ല, അത് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നുള്ളത് കൊണ്ടാണ്. കൃഷിക്ക് അനുബന്ധമായിട്ട് ക്ഷീരോത്പാദനം, അതുപോലെ മുട്ടകൃഷി, ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തുകളും എല്ലാം ചേർന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതെല്ലാം പറയുമ്പോൾ കർഷകരെ ആദരിക്കുന്നു. ഇതെല്ലാം പറയുമ്പോഴും കാർഷിക മേഖല നിരവധിയായ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടാണ്, അതിനെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടാണ് കൃഷിക്കാർ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്. ഒന്ന് വില തകർച്ച, ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിലുള്ള വില കിട്ടുന്നില്ല മാർക്കറ്റിൽ നിന്ന്. അതുപോലെ വിള തകർച്ച, അത് ഏറ്റവും രൂക്ഷമായ കാര്യമാണ്. അതിന് പല കാരണങ്ങൾ, രോഗങ്ങൾ മൂലം വരുന്ന വിള തകർച്ച, പ്രകൃതിക്ഷോഭം, കാറ്റ്, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, അതിനെല്ലാം ഫലമായിട്ടുണ്ടാകുന്ന കൃഷിനാശം, അതേപോലെ തന്നെ വന്യമൃഗ ശല്യം. അത് ആന മാത്രമല്ല, പന്നിയോ ആന മാത്രമല്ല, ഇപ്പം കുരങ്ങിന്റെ പോലും കൃഷിനാശം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയില് വനമന്ത്രി ഉള്ള ഒരു ചർച്ചയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു തെങ്ങ് ആന മറിച്ചാൽ അതിന് നാശം കൊണ്ടു. നാശനഷ്ട പരിഹാരം വേണ്ടത്ര ഇല്ലെങ്കിൽ പോലും, പക്ഷെ ആ തെങ്ങിലെ തേങ്ങയും കരിക്കും ഒരങ്ങിട്ടാൽ അതിന് പരിഹാരമില്ല.
അപ്പൊ വനംവകുപ്പും കർഷകക്ഷേമ വകുപ്പും ഗൗരവത്തിൽ ഗവൺമെന്റും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൃഷിക്കുണ്ടാകുന്ന നാശത്തിന് ഇന്ന് നൽകുന്ന നഷ്ടപരിഹാരം അതൊരു യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇൻഷുറൻസ് പരിരക്ഷ കുറെ മേഖലകളിലെങ്കിലും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഏറ്റവും അത്യാവശ്യമാണ്. വാഴ കൃഷി ചെയ്യുന്നവർ പ്രത്യേകിച്ച് അവസാനം കാറ്റിന് വാഴ ഒടിഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരന്റെ നട്ടലാണ് ഒടിയുന്നത്. കാറ്റിന് വാഴ ഒടിഞ്ഞാൽ കൃഷിക്കാരൻ അതിന്റെ ഭാരം താങ്ങാൻ കഴിയില്ല. അതിനുള്ള ഏക പരിഹാര മാർഗം സത്യത്തിൽ ഇൻഷുറൻസ് തന്നെയാണ്. ആ കാര്യങ്ങളിൽ കർഷകരെ സഹായിക്കുന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കൃഷിവകുപ്പ് നന്നായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ആലോചനാ യോഗങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കൂട്ടായ പരിശ്രമം ഏറ്റവും അത്യാവശ്യം എന്ന് മാത്രം ഞാനിവിടെ പറയുന്നു. പുതുതലമുറയിലേക്ക് കൃഷിയുടെ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതറിയുന്ന കുട്ടി കർഷകരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നു. പക്ഷെ കൂടുതലായിട്ട് കൃഷി രീതികൾ വ്യാപിപ്പിക്കണം. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യകളുടെയും എല്ലാം ഫലമായിട്ട് പുതിയ വിത്തിനങ്ങൾ അതിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കണം. കൃഷി രീതികൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രയാസങ്ങൾ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും എന്നാലോചിക്കണം. മഴയുടെ സമയത്ത് മഴ അധികം, മഴ കഴിഞ്ഞാൽ കൊടും വേനൽ, അല്ലെങ്കിൽ അധിക ചൂട്, ജലക്ഷാമം, വരൾച്ച, ഇതെല്ലാം നേരിടുകയാണ്. പേരാവൂർ ഒരർത്ഥത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ടൊരു സ്ഥലം തന്നെയാണ്. കൃഷിക്ക് അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ്. നല്ല കൃഷിഭൂമിയുള്ള സ്ഥലമാണ്. ഫലപുഷ്ടമായ കൃഷിഭൂമിയുള്ള ജലസമ്പത്തുള്ള പ്രദേശം തന്നെയാണ്. വലിയ തോതിലുള്ള വന്യമൃഗശല്യം കൊട്ടിയൂരോ ആർലമോ അയ്യക്കുന്നോ അഭിമുഖീകരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളില്ല. ഒരു ഹോട്ടലിന്റെയോ മൃഗക്ഷേമത്തിന്റെയോ നേരിട്ടുള്ള പ്രശ്നങ്ങളില്ല. കടിച്ചാൽ ഉണ്ടാകുന്നതിന്റെ പ്രതിഫലനമാണ് വേലാവൂരിലേക്ക് വരുന്നത്. വേലാവൂരിൽ പലപ്പോഴും ആ നിലയിലെല്ലാം സുരക്ഷിതമായ ഒരു കാർഷിക ഭൂമിയാണ്. വേലാവൂരിന്റെ ഒരു സംസ്കാരം അതാണ്. അതിനെ കൂടുതൽ ഫലപ്രദമായി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഈ ചിങ്ങമൊന്ന് ഒരു വർഷത്തിന്റെ മാസത്തിന്റെ ഏറ്റവും നല്ല ആരംഭ ദിവസത്തിൽ തന്നെ കർഷക ദിനം കേരളം ഒട്ടാകെ നമ്മൾ ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. ഓണത്തിന്റെ ആഘോഷങ്ങളുടെ തുടക്കമാണ്. നല്ല ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ്, ആഘോഷത്തിന്റെ മൂഡിലാണ് എല്ലാവർക്കും ഈ കർഷക ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. ഓണത്തിന്റെ ആശംസകൾ അഡ്വാൻസായി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം.
പിന്തുടരുന്നത്. കുരുമുളക്, കവുങ്ങ്, റബ്ബർ എന്നിവയ്ക്കൊപ്പം റംബൂട്ടാൻ, മാവ്, സപ്പോട്ട, കാപ്പി തുടങ്ങിയ പല വാണിജ്യ വിളകളും കൃഷി ചെയ്യുന്നു. ചേനയും കപ്പയും ഉൾപ്പെടെ കിഴങ്ങുവർഗ കൃഷികളും കൃഷിയിടത്തിന്റെ ഭാഗമാണ്. ശ്രീ പാദച്ചൻ കൂന്നത്ത് വിവിധ കൃഷികളോടൊപ്പം കന്നുകാലി, കോഴി വളർത്തലിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന സമ്മിശ്ര കർഷകനാണ് സ്കറിയ കല്ലരിക്കൽ. കുരുമുളക്, കപ്പ, വാഴ, ചേന, കവുങ്ങ് തുടങ്ങിയവർക്കൊപ്പം 3 വെച്ചു പശുക്കളെയും നാടൻ കോഴികളെയും വളർത്തുന്നു. ശ്രീ സ്കറിയ കല്ലരിക്കൽ. അടുത്ത മുതിർന്ന കർഷകൻ ശ്രീ വർഗീ വീടി വടക്കൻ പടഞ്ഞാൽ. മുതിർന്ന കർഷകൻ, അരനൂറ്റാണ്ട് കാർഷിക അനുഭവത്തിന്റെ സമൃദ്ധമായി ശ്രീ വർഗീ വീടി വടക്കൻ പടഞ്ഞാൽ. 73 വയസ്സിൽ കൃഷി സജീവമാണ്. കുരുമുളകിനൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട്, മാവ്, സപ്പോട്ട, കപ്പ, വാഴ തുടങ്ങിയ വിളകളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. പ്രിയപ്പെട്ട ജൈവ കർഷകന്റെ ആദരവ് ഏറ്റുവാങ്ങുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അതിലൂടെ അദ്ദേഹത്തെ ബഹുമാന പുരസ്കാരം ക്ഷണിക്കുകയാണ്. 2 പതിറ്റാണ്ടിലേറെയായി കുടുംബത്തോടൊപ്പം ജൈവ കൃഷിയുടെ പാതയിൽ മുന്നേറുകയാണ് ശ്രീ ടി കെ വേണുഗോപാൽ. നാടൻ നിയമൻ പശുക്കളെ വളർത്തുന്നതോടൊപ്പം ആവശ്യമായ ജൈവവളം സ്വന്തമായി ഉത്പാദിപ്പിക്കുന്നത് എന്നതും കൂടിയാണ് ശ്രീ ടി കെ വേണുഗോപാലിന്റെ പ്രത്യേകത. അടുത്തതായി പട്ടികജാതി പട്ടികവർഗ കർഷകൻ ശ്രീ ചന്ദ്രൻ പി കെ കൊണ്ടേക്കാവ് ഉന്നതി. കപ്പ കൃഷിയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കൂടാതെ ചേന, കാന്താരി, മഞ്ഞൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കൃഷി മേഖലയിൽ സജീവ സാന്നിധ്യമാണ് ശ്രീ ചന്ദ്രൻ പി കെ. അടുത്ത കർഷക തൊഴിലാളി, കൃഷിയോടൊപ്പം തന്നെ മറ്റ് കർഷകരുടെ ഭൂമിയിൽ കൃഷി എടുത്തുകൊണ്ട് സഹായിക്കുക എന്ന രീതിയിൽ ഇടപെടുന്ന പ്രിയപ്പെട്ട ചന്ദ്രൻ സി ചെമ്പൻ കൃഷിയുമായി 4 പതിറ്റാണ്ടിന്റെ ആത്മബന്ധമുണ്ട്. കൃഷി എന്നതിലപ്പുറം മറ്റ് കർഷകരെയും കൂടി സഹായിക്കുന്ന കർഷകരാണ്. അടുത്തത് ശ്രീമതി രുക്മിണി നാമത്ത്, പ്രിയപ്പെട്ട വനിതാ കർഷക. സ്വന്തം 50 സെന്റ് സ്ഥലത്തും 2 ഏക്കർ 10 സ്ഥലത്തും വിപുലമായ കൃഷിയുടെ സാധ്യത ഉപയോഗിക്കുകയാണ് രുക്മിണി നാമത്ത്. നെൽകൃഷിയോടൊപ്പം തന്നെ വാഴ, കപ്പ, ചേന, കുരുമുളക് ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്യുന്നു. 12 വർഷത്തെ കാർഷിക പരിചയമാണ് രുക്മിണി നാമത്തിന് മികച്ച വനിതാ കർഷകയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത യുവ കർഷകൻ ശ്രീ അജോട്ടിയെ തൊഴുത്തുങ്കൽ. 40-ാം വയസ്സിൽ കാർഷിക രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ശ്രീ അജു തൊഴുത്തുങ്കൽ. 2 ഏക്കർ പാട്ടസ്ഥലത്ത് വാഴ കൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾ റോബസ്റ്റായതിനോടൊപ്പം കാപ്പി, കവുങ്ങ് എന്നിവയും കൃഷി ചെയ്യപ്പെടുന്ന പ്രിയപ്പെട്ട യുവ കർഷകൻ അജു. അത് ക്ഷീര കർഷകൻ ശ്രീ പവിത്രനിലേക്ക്. ക്ഷീര കർഷകൻ 15 വർഷത്തോളമായി കന്നുകാലി വളർത്തലിൽ സമർപ്പിതനായി തുടരുന്നു. പവിത്രനിലേക്ക് ക്ഷീര കൃഷിയിലാണ് തന്റെ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 9 പശുക്കളെ പരിപാലിക്കുന്ന ഇദ്ദേഹത്തിന്റെ കൂടാതെ 8 കറവ പശുക്കളുണ്ട്. മികച്ച ക്ഷീര കർഷകൻ ശ്രീ പവിത്രനിലേക്ക്. അടുത്ത വിദ്യാർത്ഥി കർഷക കുമാരി അന്ന ട്രീസ ജോബി പെരുമ്പനാനിക്കൽ. ജോബിയുടെ മകളാണ്. സജീവ സാന്നിധ്യമാണ് കാർഷിക മേഖലയിൽ. നല്ലൊരു കയ്യടി. മികച്ച വിദ്യാർത്ഥി കർഷകയാണ്. ചെറുപ്രായത്തിൽ തന്നെ കാർഷിക മേഖലയിൽ സ്വന്തം അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം കാർഷിക മേഖലയിൽ സജീവമാണ്. അടുത്ത മികച്ച ജയന്തി ഗ്രൂപ്പ് മികച്ചത് ഞണ്ടാടി തന്നെയാണ് ഇത്തവണയും. ഞണ്ടാടിയിലെ വിവിധ മേഖലകളിൽ വിവിധങ്ങളായ കൃഷി നടക്കുന്നു എന്നത് ആണ് അർദ്ധന ജയന്തിയെ മികച്ച ജയന്തി ഗ്രൂപ്പായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൂട്ടായ പരിശ്രമത്തിലൂടെ 85 സെന്റ് സ്ഥലത്ത് വൈവിധ്യമാർന്ന കൃഷി വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അർദ്ധന ജയന്തി, പുഷ്പ ആർ കെ, ജലജ കെ, പ്രസന്ന എം, മാധവി എന്നിവരാണ് ഈ ജയന്തി ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ. വെണ്ട, വെള്ളരി, പയർ, കുമ്പളം, മഞ്ഞൾ, വാഴ തുടങ്ങിയ വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന പ്രിയപ്പെട്ട ജയന്തി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഉപഹാരം നൽകിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സണ്ണി ജോസഫ് അവർ.
കർഷകരെ കൂടി ആദരിക്കാനുണ്ട്. പ്രിയപ്പെട്ടവർക്ക് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചടങ്ങ് അവസാനിപ്പിക്കാം. എല്ലാവരും വാഴയെ കർഷകരെ കൂടി ആദരിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി എല്ലാത്തിന്റെ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. ആദ്യമേ 1-ാം വാർഡ് സുരേഷ് കടച്ചേരി വിലക്ക കർഷകനെ 1-ാം വാർഡ് തെരഞ്ഞെടുക്കുന്നത് സുരേഷ് കടച്ചേരി. 2-ാം വാർഡ് ഡൊമിനിക് എഴുത്തുപള്ളിക്കൽ. 2-ാം വാർഡ് ഡൊമിനിക് എഴുത്തുപള്ളിക്കൽ. 3-ാം വാർഡ് റാഷിദ ടിക്ക്. 3-ാം വാർഡ് റാഷിദ ടിക്ക്. 4-ാം വാർഡ് ജോൺസൺ ബിച്ചാട്ട്. 4-ാം വാർഡ് ജോൺസൺ ബിച്ചാട്ട്. 5-ാം വാർഡ് ഷിബു സി ചെക്കിയോട്. ഞാൻ നേരത്തെ പറഞ്ഞ വൈദ്യുതമാർന്ന കൃഷിയോടുള്ള എസ്എപ്പിയായിരിക്കുകയാണ് ഷിബു സി ചെക്കിയോട്. 6-ാം വാർഡ് ജോസ് പി എ പാമ്പ്ലാലി. 7-ാം വാർഡ് ജോൺസൺ പി ജെ പട്ടക്കൽ. 8-ാം വാർഡ് EPHN MP മാണിക്കപ്പാല്. സുവർണ ഭൂമിയിലെ പ്രിയപ്പെട്ട താരമാണ് EPHN MP മാണിക്കപ്പാല്. 9-ാം വാർഡ് സിബി ജോസ് നിരപ്പേൽ. 10-ാം വാർഡ് ദേവസ്യ കുമ്പുകൾ. 10-ാം വാർഡിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ദേവസ്യ കുമ്പുകൾ. 11-ാം വാർഡ് അനു മുരുകൻ. സുധാകര മേസൻ. 12-ാം വാർഡ് സുധാകര മേസൻ. 13-ാം വാർഡ് അശോകൻ BP പുത്തൻപറമ്പിൽ. നീണ്ട 50 വർഷത്തെ കാർഷിക മേഖലയിലെ പരിചയമുണ്ട് അശോകൻ BP പുത്തൻപറമ്പിൽ. 14-ാം വാർഡ് രാജൻ B വളകുന്നൽ. 14-ാം വാർഡ് കൃഷി എന്നതിനെപ്പറ്റി കാർഷിക തൊഴിലാളി കൂടിയാണ്. അടുത്തത് അബൂബക്കർ തേക്കാട്ടിൽ. 15-ാം വാർഡ് അബൂബക്കർ തേക്കാട്ടിൽ. 16-ാം വാർഡ് രമേശൻ B തുയ്യത്ത്. 16-ാം വാർഡിലെ കർഷക തൊഴിലാളി കൂടിയാണ് രമേശൻ B തുയ്യത്ത്. മികച്ച കർഷകനാണ് രമേശൻ B തുയ്യത്ത്. 17-ാം വാർഡ് ശ്രീധരൻ K കാലായിക്കുതൽ. 17-ാം വാർഡ് ശ്രീധരൻ K കാലായിക്കുതൽ. 18-ാം